നമസ്കാരം. ഞാൻ മൊയ്തീൻ ഷാ വിഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബഹുമാന്യൻ, ഇന്ന് ഒരു വാർത്ത കണ്ടു. ഖുർആൻ പൊതിഞ്ഞുകൊണ്ട് പടക്കം വിൽക്കുന്നത് കണ്ടെന്ന്. നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, കള്ള് ഷാപ്പിൽ കയറി കള്ള് കുടിച്ചിട്ട് ആ ഇറച്ചി ഹലാണോ അർത്ഥമാണോ നോക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞാൽ, ഖുർആൻ എന്നുള്ളത് ഈ വിദേശ രാജ്യങ്ങളിലൊക്കെ പത്രങ്ങൾ ഖുർആനിൽ അറബി ഭാഷയാണ്. ആ അറബി ഭാഷയിൽ എഴുതുന്ന പത്രങ്ങളൊക്കെ ലേലം ചെയ്ത് ലോക രാജ്യങ്ങൾ കൊണ്ടുപോകും. അങ്ങനെ ഇവർക്ക് കിട്ടിയതാണോ അറിയണമെങ്കിൽ അതിൻ്റെ ഖുർആൻ അറബി ഭാഷ കണ്ടുകൊണ്ട് പറയാൻ പറ്റില്ല ഖുർആനാണെന്ന് ശരിക്കും നോക്കണം. വെറുതെ അന്ധമായ ഒരു വിഷയം ഉണ്ടാക്കി സംഘപരിവാറിന് വഴി വെച്ചു കൊടുക്കരുത്. മുസ്ലിം സമുദായത്തോട് ചിന്തകനോട് പ്രത്യേകം പറയണം. ജോസഫ് സാറിൻ്റെ കൈ വെട്ടിയതിൻ്റെ ഫലമായിട്ടാണ് BJP ഇത്രയും പെട്ടെന്ന് കേരളത്തിൽ വളർന്നത്. അപ്പോൾ അതിന് വഴിവെച്ച് കൊടുക്കുന്നത് ഇരുമനെ സൃഷ്ടിച്ചപ്പോൾ മരം പരാതി പറഞ്ഞെന്ന് പറഞ്ഞു ദൈവത്തെ അടുത്ത്. അപ്പോൾ ദൈവം പറഞ്ഞ്, നിങ്ങൾ പേടിക്കണം, നിങ്ങൾ നശിപ്പിക്കാൻ നിങ്ങൾ തന്നെ കാരണമാകുമെന്ന് പറഞ്ഞു. അത് എല്ലാ ഇരുമ്പിൻ്റെ ഉപകരണങ്ങൾക്കും മരത്തിൻ്റെ ആണല്ലോ പിടി അല്ലെങ്കിൽ ഇടത്. ഇപ്പം പിന്നെ അത് മാറ്റി ഇരുമ്പ് തന്നെയാണ് മരമൊന്നും കിട്ടാനുള്ളത്. അതുപോലെ വെറുതെ മുസ്ലിം സമുദായങ്ങൾ കാര്യങ്ങൾ അറിയാതെ മണ്ടത്തിനും കാണിച്ച് സംഘപരിവാറിന് വളരാനുള്ള വളം നിങ്ങൾ ഇട്ട് കൊടുക്കണ്ട, അവർ വളരട്ടെ, വളരെ ചെയ്യും. അതിനർത്ഥം ഞാൻ എൻ്റെ തെറ്റിദ്ധരിക്കേണ്ട. അത് ഖുർആൻ ആണെങ്കിൽ അറബി ഭാഷ കണ്ടുകൊണ്ട് പറയാൻ പറ്റില്ല. ഖുർആൻ ആണോന്ന് അതിൽ ലിപികൾ നോക്കണം, ആയത്തൊക്കെ നോക്കണം. നോക്കിയിട്ടാണെങ്കിൽ ചെറിയ പ്രതികരിക്കാം. ഇനി വേറൊരു കാര്യം, അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. ചത്തതിനെ കള്ള് ഷാപ്പിൽ നിന്ന് കള്ള് കുടിക്കുന്നതിന് ഇറച്ചി ഹലാലാണോ അർത്ഥം നോക്കേണ്ട കാര്യമില്ല. അതുപോലെ വിശ്വാസികൾക്കാണ് ഖുർആൻ സംരക്ഷിക്കാൻ പറഞ്ഞിരിക്കുന്നത്. ആ ഖുർആൻ മുസാഫൊക്കെ വിശ്വാസം ഉള്ളവർക്കാണ് സംരക്ഷിക്കേണ്ടത്. ഒരു അവിശ്വാസം സംബന്ധിച്ച് അവന് സംരക്ഷിക്കേണ്ട കാര്യമില്ല. ഒരു കള്ളൻ പള്ളി കുത്തി തുറക്കാൻ കയറുമ്പോൾ ആ ഖുർആൻ മുസാഫ് കത്തിച്ചാണ്ട് വെളിച്ചം കാണുന്നത്, അവനവിടെ മുസാഹിബില്ല, അവന് ലക്ഷ്യം കളവാണ്. അപ്പോൾ അവന് മുസാഹിബ് ബാധകമല്ല. അതുപോലെ വിശ്വാസി അല്ലാത്തവർക്ക് അതെന്തെങ്കിലും കാണിച്ചതിൻ്റെ പേരിൽ ആവശ്യത്തിൽ കവിഞ്ഞുള്ള പ്രാധാന്യം കൊടുത്ത് വിഷയം ഉണ്ടാക്കണമെന്ന് ബുദ്ധി രാക്ഷസന്മാർ ചിന്തകർ മനസ്സിലാക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുക. അതിനർത്ഥം ഇസ്ലാമിനെതിരെ ആരെങ്കിലും പ്രവർത്തിച്ചാൽ അതിനെതിരെ പ്രതികരിക്കേണ്ട എന്നില്ല. പ്രതികരണം അത് ഒരു സംശയമില്ല. മനുഷ്യൻ സാമൂഹിക ജീവിയാണ്, അവന് പ്രതികരണശേഷി ആവശ്യമാണ്. പ്രതികരണശേഷി ഉണ്ടാകാൻ അവനെ ബോധവൽക്കരണം ചെയ്യണം. ബോധവൽക്കരണം നടത്തിക്കഴിഞ്ഞാൽ നമ്മുടെ ബാധ്യത തീർന്നു. അവർ ബോധവൽക്കരണത്തിലൂടെ കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കി വേണം ചെയ്യാനായിട്ട്. അപ്പോൾ എടുത്തു ചാടി വിഷയം ഉണ്ടാക്കി കൊടുക്കരുത്. നമ്പർ 2, നിതീഷ് കുമാർ ബീഹാർ മുഖ്യമന്ത്രിയാണല്ലോ, അന്ത്യമുഖ്യമന്ത്രിയാണ്. അദ്ദേഹം ചില ചാനലിൽ കാണുന്നു അവാർഡ് കൊടുത്തപ്പോഴാണ്, ചില ചാനലിൽ ഉദ്യോഗത്തിന് നിയമനം കൊടുത്തപ്പോഴാണ് ഈ നിക്കാബ് ഇട്ട് വലിച്ചു താഴ്ത്തില കണ്ടത്, അങ്ങനെയാണ് കാണുന്നത്. ഒരു കാര്യം ചോദിക്കണ്ടേ, മുസ്ലിം സമുദായത്തിലെ, ഞാൻ വീണ്ടും അവരുടെ മുസ്ലിം സമുദായത്തിലെ ചിന്തകരെ, ഉലമാക്കളെ, ഉമറാക്കളെ, ഭരണാധികാരികളെ അല്ലെങ്കിൽ പുരോഹിതന്മാരെ, പർദ്ദ ധരിക്കാം. ഓക്കെ, നമുക്ക് വാസ്തവത്തിൽ ഇന്ത്യയുടെ കാലാവസ്ഥയ്ക്ക് പർദ്ദയുടെ ആവശ്യമൊന്നുമില്ല. അത് മണലാരണ്യങ്ങൾക്ക് ഉഷ്ണരാജ്യങ്ങളുടെ സ്ഥലത്ത് വേണ്ടി അന്നത്തെ രീതിയാണ്. അതിനെ ആവശ്യത്തിലധികം അനുകരിച്ച് ഇവിടെ കൊണ്ട് പർദ്ദ അങ്ങോട്ട് ഇറക്കാണ്. വാസ്തവത്തിൽ പർദ്ദയുടെ പ്രചരണം കൊടുക്കുന്ന ആരാന്ന് ബുദ്ധിയുള്ള മുസ്ലിങ്ങൾ കാക്കാമർ മനസ്സിലാക്കണം. ഗുജറാത്തിൽ ടെക്സ്റ്റൈൽ കമ്പനിയാണ് ഇത് ഇറക്കുന്നത്. 5000, 7000, 10000 പർദ്ദയുടെ ചിലവ്. സാധാരണ ഒരു 500, 300 സാരി കിട്ടും. ആ സാരിക്ക് പകരം പർദ്ദ ധരിപ്പിക്കുന്നത് 5000 മുതൽ 10000 പേരൊക്കെ ഉണ്ട്. 2000-ൻ്റെയൊക്കെ ഉണ്ടായിരിക്കാം. അതിന് മെയിൻ അതിൻ്റെ ഗുണഭോക്താക്കൾ മുസ്ലിം സമുദായത്തിലെ സ്ത്രീകളില്ല, അത് ഗുജറാത്തിലെ തൊടിമില്ലുകളാണ്. ഇതൊന്നും ആരും അറിയുന്നില്ല. എന്നിട്ട് ഈ സമുദായത്തിൻ്റെ പേരിൽ പർദ്ദ ഇട്ടു പോകുന്നു. ആക്കെ നമ്മൾ അത് അംഗീകരിക്കാം, പോട്ടെ, ഇതൊക്കെ. പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് സ്വർണ്ണത്തെ വില 1 ലക്ഷം ആയപ്പോഴേ സ്വർണ്ണം ധരിക്കാത്ത സ്ത്രീകൾക്ക് ഒരു പർദ്ദ തന്നെയാണ്, സംശയമില്ല. പക്ഷേ ചിന്തിക്കണം, അങ്ങനെ ഇസ്ലാമാണ്. ആ ഇസ്ലാം വേണ്ട. പെണ്ണുങ്ങൾ കൊള്ളാം. ഏത് ഇസ്ലാമാണ്? ഈ മുഖം മറച്ച് ഒരു ഉദ്യോഗത്തിൽ വരുമ്പോൾ അല്ലെങ്കിൽ ഡോക്ടറെ ചികിത്സിക്കാൻ വരുമ്പോൾ മുഖം മറച്ച് കയറുന്ന ഒരു സിസ്റ്റം, അന്നിപ്പോൾ നമ്മുടെ MES ഗഫൂർ സാഹിബ് പറഞ്ഞ പോലെ, ആ ഒരു പരിഷ്കാരം ഇസ്ലാമികമാണ്. നമുക്ക് ആ ഇസ്ലാം വേണ്ടത്.
ഈ കാഫറായിട്ടുള്ള മുനാഫിക്കളുടെ പിന്നെ പുറത്തു പോയാലും വേണ്ടില്ല. ആ ഒരു സിസ്റ്റം പ്രത്യേക ഇന്ത്യയിലെങ്കിലും ആ ഒരു സിസ്റ്റം വേണ്ട. ഈ കന്നുകാലി പാടത്ത് കൊണ്ടുപോകുമ്പോൾ പാകായി നെല്ല് തിന്നായിരിക്കാൻ വേണ്ടി ഒരു മുറം പോലെ ഒരു സാധനം കിട്ടും, മോന്തവള്ളി നടവല്. അതുപോലെ അത് വേണ്ട. നിങ്ങൾ പറന്ന് ധരിച്ച് തീരൊന്ന് ധരിച്ചോ. അതേക്കാൾ എത്രയോ സുന്ദരമായ വസ്ത്രമുണ്ട്, ഇന്ത്യൻ വസ്ത്രങ്ങൾ. എവിടുന്ന് വന്നുള്ളൂ ഈ പർദ്ദ സിസ്റ്റമൊക്കെ? ഈ അടുത്ത കാലത്ത് 2000 ശേഷമാണ് ഇതൊക്കെ വന്നത്. വെറുതെ ജിഹാദികളിൽ നിന്നും അല്ലെങ്കിൽ ഇതൊക്കെ പറഞ്ഞ് RSSന് വളമുണ്ടാക്കി കൊടുക്കണോ? അത് ഞാൻ പിന്നെ ഭാഗികമായിട്ട് ഞങ്ങൾ സമ്മതിക്കാൻ പോട്ടെ ഇതിലാണ്. പക്ഷെ ഈ മുഖം മറച്ചുള്ള പരിപാടി കാണുമ്പോൾ തന്നെ നമുക്ക് അറപ്പ് വെറുപ്പ് തോന്നാണ്, കുറ്റബോധം തോന്നാണ്. പലതും നമ്മൾ എറണാകുളം പട്ടണത്തിൽ പോലും കാണാം. ഈ മുഖം മറിച്ച് കണ്ണ് മാത്രം കാണിച്ച് കള്ളത്തരമാണ്. അവർക്ക് എല്ലാവരും കാണാം, അവരാരും കാണാൻ പാടില്ല. അതെന്ത് നിയമമാണത്? അങ്ങനെയുള്ള സ്ത്രീകൾ പുറത്തിറങ്ങരുത്. പണ്ടൊരു സ്ത്രീക്ക് ഓടി നടന്ന് കുളിക്കാൻ വേണ്ടി മറ്റ് പുരുഷന്മാരിൽ കാണാതിക്കൊണ്ട് ഒരു ദ്വീപ് തന്നെ ഒരു അറബി വാങ്ങിച്ചു കൊടുത്തോണ്ട് കോടികൾ കൊടുത്ത്. അങ്ങനെയുള്ളൊരു കാറിൽ നിന്ന് ഇറങ്ങേണ്ട, കാറിൽ നിൽക്കട്ടെ, എന്നിട്ട് പ്യൂനായാലും വെച്ച് സാധനം വാങ്ങിച്ചു കൊടുത്താൽ മതി. ആ ഒരു സിസ്റ്റം വെച്ച് വെറുതെ അന്ധമായ രീതിയിൽ മണ്ടത്തരം കാണിച്ച് ഈ സമുദായത്തിനെ അപകടത്തിലെ ലോകം അവസാനിക്കുമ്പോൾ അപ്പോൾ ഈ സമുദായത്തിൽ ഒരുപടി കഷ്ടപ്പെട്ടേ തീരൂ, അല്ലെങ്കിൽ മതത്തിൽ പുറത്തു പോകും. അതുകൊണ്ട് എല്ലാ സാഹചര്യമുണ്ട്. ദയവ് ചെയ്ത് ഇങ്ങനെയുള്ള അന്ധവിശ്വാസം അല്ലെങ്കിൽ അനാചാരത്തിന് കൂട്ടുകയെന്ന് ചെയ്യരുത്. മറ്റു പറയാൻ പറ്റി പൊളിറ്റിക്സിലേക്കാണ്. ഇതൊരു സ്വതന്ത്ര രാഷ്ട്രീയ നിരീക്ഷണമാണല്ലോ. ഞാൻ എൻ്റെ കാര്യം എന്ന് പറഞ്ഞിട്ട് 1978 ആദ്യമായിട്ട് ഞാൻ ഹജ്ജിന് പോയതാണ്. 78 അന്ന് എനിക്ക് 27 വയസ്സുള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞ് വന്നിട്ട് ഈ പാറ സംബന്ധമായ ബിസിനസ്സുകൾ, പാറ പൊട്ടിച്ച് കൊടുക്കുന്ന പരിപാടി, ക്രഷർ സിസ്റ്റം അന്ന് അത്ര ആയിട്ടില്ല, അപൂർവമുള്ളൂ. അപ്പം അങ്ങനെ മണ്ണൂർ ഭാഗത്ത് വലിയൊരു മല കിട്ടി, അവിടെ പൊട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. പൊട്ടിച്ച് എൻ്റെ വണ്ടികൾ 4-5-6 വണ്ടികൾ പല പ്രാവശ്യം പോകുമ്പോൾ ഐലൻഡ് വരെ പോകും. അപ്പം ഞാൻ എവിടെ നിന്നാലും ഒരു മണിക്കൂർ ഒരു വണ്ടി എൻ്റെ വരും, മാറി മാറി പോകുന്നുണ്ട്. എൻ്റെ വണ്ടിക്ക് എൻ്റെ ഓടുന്ന വണ്ടി. അപ്പോൾ ഒരാൾ എൻ്റെ നാട്ടുകാരാണ്, അദ്ദേഹം മരിച്ചുപോയി. ട്രാൻസ്പോർട്ടിൽ ജോലി കിട്ടി, അദ്ദേഹം മരിച്ചുപോയി. പേര് പറയുന്നില്ല. അദ്ദേഹം ഞാൻ പോയത് 78. അതിന് മുൻപായിട്ട് 75 മറ്റും ഒരു ലോഡ് കല്ല് മാറമ്പള്ളി മഞ്ഞപ്പെട്ടിയിൽ നിന്ന് ഒരു ലോഡ് മണലെടുത്ത് മണലിൽ കൊടുക്കുന്ന ഒരു വണ്ണം കുറച്ച് ഒരു 1000 20 രൂപയുള്ളൊന്നും വില ഒരു ലോഡ് മണലിന് ഒരു 20 റുപ്പീസ് ഒരു ചായയുടെ വില. ആ സാധനം ഇപ്പോൾ 2000-5000 ഒക്കെ. അത് വർഷം എത്രയും 50 വർഷമായില്ലേ. അപ്പോൾ പല പ്രാവശ്യം ചോദിച്ചു, ഇയാൾ കാശ് കൊടുക്കില്ല. ആ ഡ്രൈവർ ഒരു മുസ്ലിം ഡ്രൈവറാണ്, പേര് വന്നില്ല തോന്നുന്നു, മരിച്ചുപോയില്ലേ. അപ്പോൾ ഇയാൾ കഷ്ടപ്പെട്ട് നിൽക്കുകയാണ് വർഷത്രയും. അത് കഴിഞ്ഞ് ഞാൻ വണ്ടിയിൽ ഇരിക്കുന്നു, ലോറിയിൽ ഇരിക്കുന്നു, പുള്ളി വണ്ടി ഓടിച്ചു വന്നു. അവിടെ മഞ്ഞപ്പെട്ടിൽ ക്രഷറിൽ ടേൺ ചെയ്യുന്നത്, ഹൈവേന്ന് അല്ലെങ്കിൽ മെയിൻ റോഡിൽ ടേൺ ചെയ്യുന്നത് ഈ 1000 വന്ന് തടഞ്ഞു. അപ്പോൾ ആൾ കൂടി. അപ്പോൾ ഞാൻ ഈ ഡ്രൈവറോട് ചോദിച്ചു, ഈ എന്താ പ്രശ്നം? പുള്ളി ഒന്നും പറഞ്ഞില്ല, ഒന്നുമില്ല. അപ്പോഴും 20 കാര്യമൊക്കെ 1000 പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. ഇത് സംഭവമാണ്, അല്ലാതെ കഥയല്ല. അവസാനം അവിടെ ഈ TH മുസ്തഫ സാഹിബിൻ്റെയൊക്കെ ഒരു ബന്ധു, വളരെ അടുത്ത ബന്ധുവാണ്. ഇതിന് മകൻ്റെ മകൻ നാസർ എന്ന് പറയുന്നത്. പുള്ളി ഒരു 6 അടി പൊക്കം, ഒരു 110 കിലോ ഭാരമുണ്ട്. ആചാരം ബഹുവായിട്ട് ഒരാൾ, നല്ല ആരോഗ്യവാൻ. പക്ഷേ പ്രേം നിശേബൻ്റെ ശുദ്ധമായ മനസ്സ്, യാതൊരു കളങ്കവുമില്ല. പക്ഷെ ഞങ്ങളെപ്പോലെ അനീതിക്ക് കൂട്ടേക്കൂല, നീതിക്ക് എതിരെ വെക്കൂല. അപ്പോൾ ഈ നായർ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഈ നാസോട് പറഞ്ഞു, മോനെ ഇങ്ങനെയാണ് സംഗതി, എനിക്ക് ഇയാൾ കാശ് തന്നിട്ടില്ല, കുറേ നാളായി, ഇപ്പോൾ വർഷങ്ങളായതുകൊണ്ട്. അങ്ങനെ ഈ നാസ് വന്നുകൂടി നിന്നപ്പോഴാണ് ഈ പ്രശ്നമായത്. നായർ മാത്രമല്ല. അപ്പോൾ ഇയാൾ കൊടുക്കില്ല. അവസാനം നാസ് പുറത്തു നിന്നുകൊണ്ട് കോങ്ങൊക്കെ ഒരു പിടുത്തം പിടിച്ചു. കോങ്ങൊക്കെ പിടിച്ചോടി എന്നെ ആചാര്യ അതങ്ങോട്ട് ഏറ്റവും പറഞ്ഞു, കൊടുക്കാൻ ഏറ്റവും പറഞ്ഞു. അപ്പോൾ ഞാൻ എന്താ നമ്മുടെ കാര്യം? ഇക്കാത് രാജ്യസഭ ഇങ്ങനെ ഒരു 20 രൂപ മണൽ കൊണ്ടിട്ട് വർഷങ്ങൾ കൊടുത്തുള്ളത്, അത് തന്നെ ഞാൻ തന്നേക്കാം, വൈകിട്ടാകുമ്പോൾ തന്നേക്കാന്ന് പറഞ്ഞു. ഞാൻ ഏറ്റവും പ്രശ്നം തന്നത്. അപ്പോൾ കൊങ്ങക്ക് പിടുത്തം ബന്ധപ്പോൾ ഇയാൾ പോയി അങ്ങോട്ട് ഏറ്റവും പറഞ്ഞു. വല്ല കാര്യമുണ്ടോ? അതുപോലെ ഞാൻ പറയാൻ കാരണം, റഹീമുണ്ട്, വലിയ ലോകാത്ഭുതമായ റഹീം സഖാവ്, പാൾവെല്ല് ഇംഗ്ലീഷ് ഭാഷയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. ആ റഹീം പറയാണ്, വെള്ളപ്പള്ളി നടേശൻ പാർട്ടിയിൽ ആരുമല്ല. എടോ റഹീമിൻ്റെ കൂട്ടുകാർ സഖാക്കളെ, നിങ്ങൾക്ക് അടി അങ്ങോട്ട് കിട്ടിയപ്പോൾ വെള്ളപ്പള്ളി ആരുമല്ല. വെള്ളപ്പള്ളി മുന്നിൽ നിർത്തിക്കൊണ്ട് കേരളത്തിലെ 1,40,00,000 പേരെ 1.5 കോടിയോളം വരുന്ന മുസ്ലിങ്ങളുണ്ടല്ലോ, അവർ പെട്ട മാനസികാവസ്ഥ എന്നാൽ അവർക്ക് അനുഭവത്തിൽ ഒന്നും അറിയുള്ളൂ. ഒരു പട്ടണത്തിൽ പരിചയമില്ലാത്തൊരു പെൺകുട്ടി സന്ധ്യ ആയിക്കഴിഞ്ഞാൽ അവൾക്ക് കിടപ്പടം കിട്ടാതെ വന്നാൽ അവളുടെ മാനസികാവസ്ഥ എന്നാൽ അവൾക്ക് മാത്രമേ അറിയുള്ളൂ. അതാണ്
ലേഡീസ് ഹോസ്റ്റൽ എടുത്തപ്പോൾ ഞങ്ങൾ അവരെ കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത്. ബിസിനസ് ഇപ്പോൾ എന്ത് ചെയ്യും, ബിസിനസ്സിന് കാശ് കിട്ടും. ഇത് കാശ് മാത്രമല്ല, അത് വലിയൊരു സേവനം കൂടിയാണ്, വലിയൊരു ആശ്വാസം കൂടിയാണ്. അതുപോലെ ആ മുസ്ലിം സമുദായത്തിൻ്റെ വികാരവും വിഷമവും നിങ്ങൾ മനസ്സിലാക്കിയില്ല. 1.5 കോടിയുണ്ട് ഏകദേശം. അതിൽ 10%, 12% മുസ്ലിങ്ങളുടെ കമ്മ്യൂണിസ്റ്റുകാരായിരുന്നു. അത് പോയി വെറും 3% ഈ റഹീമിനെ പോലെ നിരീശ്വരവാദികൾ മാത്രമേ ഉള്ളൂ ഇപ്പോൾ. അപ്പോൾ കിട്ടിയപ്പോൾ റഹീമിന് മനസ്സിലായി കൊള്ളാപ്പള്ളി ആരില്ലെന്ന്. അതിനൊക്കെ വലിയ ആവശ്യമുണ്ടോ? ഞങ്ങളൊക്കെ മാസങ്ങൾക്ക് മുമ്പ് നിങ്ങൾക്ക് കൊച്ചു കുട്ടികൾക്ക് ക്ലാസ് എടുക്കുമ്പോൾ അല്ല ഉദാഹരണ സഹിതം നാഴിയിലിറങ്ങൂല എന്ന് പറഞ്ഞ് എത്രയോ ഉദാഹരണം പറഞ്ഞു. ഉപ്പിന് ആവശ്യമില്ല എന്ന് പറഞ്ഞു, ഉപ്പിലിട്ടത്. അതിന് ഉരുവിട്ടിക്ക് പറഞ്ഞു. ഇതൊക്കെ എൻ്റെ ഈ സംഭാഷണം നേരെ മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി മനോജിൻ്റെ അടുത്ത് ചെല്ലുന്നതാണ് എനിക്ക് അറിയുന്നത്. അതിനൊക്കെ കേട്ടുണ്ട്. എനിക്ക് നമ്മൾ കമ്മ്യൂണിസ്റ്റോട് യാതൊരു എതിർപ്പുമില്ല. കാരണം കമ്മ്യൂണിസ്റ്റ് നശിക്കാൻ പാടില്ല, പറയുന്നത് ആത്മാർത്ഥം പറയുന്നത് കമ്മ്യൂണിസ്റ്റ് നശിക്കാൻ പാടില്ല. അപ്പോൾ ഇന്റർനാഷണൽ കോൺഗ്രസ് നശിക്കാൻ പാടില്ല, BJP വേണം, അത് നശിക്കുന്നില്ല. എല്ലാം വേണം. ഒരു പൂന്തോട്ടത്തിൽ പല പൂക്കളുള്ള പോലെ എല്ലാ പാർട്ടികളും എല്ലാ ജാതിയും വേണം. ഏതെങ്കിലും ഒരു സമുദായം അമിതമായിട്ട് വളരുകയോ അമിതമായിട്ട് തകർന്നു പോയോ അതും നാശമാണ്. അപ്പോൾ റഹീമൻ 100 ഉദാഹരണങ്ങൾ പറഞ്ഞ് തിരിഞ്ഞു നോക്കിയില്ല. പാവപ്പെട്ട വെള്ളാപ്പള്ളി കൊണ്ട് പാവപ്പെട്ട മുസ്ലിം ലീഗിൻ്റെ പേരും പറയും, പിന്നെ ജിഹാദ് പേരും പറയും. കൊള്ളുന്നത് ഈ കൊല്ലൻ്റെ ആലയിൽ കൊല്ലൻ ഇരുമ്പയിലാണ് മുട്ടത്. ഇരുമ്പ് പഴുപ്പിച്ച് ചൂടാക്കി വികസിക്കാൻ വേണ്ടി നീളാൻ വേണ്ടി മുട്ടാണ്. പക്ഷെ മൊയിലിനെ മുട്ടതില്ല, പക്ഷെ പിടക്കുന്ന മൊയിലാണ്. അതുപോലെ നിങ്ങൾ പറയുന്ന ജിഹാദിനെ കുറിച്ചും ലീഗിനെ കുറിച്ചാലും മുസ്ലിം സമാജത്തിൽ മൊത്തത്തിലാണ് കൊള്ളുന്നത്. ചെളി തള്ളിയ നിരപ്പ് പടരുമെന്ന് പോലെ കണ്ടില്ലോട് പറയും. ഇപ്പോൾ ചിലവരുണ്ട് അത് ശബരിമല സീസണായതുകൊണ്ടാണ്, അല്ലെങ്കിൽ ശബരിമലയുടെ പിന്നെ ആ കേസ് കൊണ്ടാണ് UDF ഇത്രയും വോട്ട് കിട്ടിയെന്നൊക്കെ ഇടും. അതൊക്കെ ഞാൻ പറഞ്ഞ പല ഇപ്പം പറയുന്നില്ല. അതുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരു കാര്യം മനസ്സിലാക്കണം, അത് ഞാൻ ആമുഖമായിട്ട് പറയും. ഇനി വേറൊരു മുഖം, ആമുഖമല്ല ഈ മുഖം പറയാം. എന്താണ് ഈ മുഖം? ഞാൻ ബേസിക്കലി അധ്യാപകനാണ്. അവിടെ ഏറ്റവും ചെറിയ ഉദാഹരണം എടുക്കുന്നത്, അല്ലാതെ ലണ്ടനിലും അമേരിക്കയിലും എത്യോപ്യയിലും ഒന്നല്ല, ലോക്കലാണ്. നിങ്ങൾക്കറിയാം എറണാകുളം പോത്തീസ് തുണിക്കട, അപ്പുറത്ത് ശീമാട്ടി തുണിക്കട. ഈ ശീമാട്ടി തുണിക്കടയുടെ ചുറ്റുപാടുള്ള സ്ഥലം അവർ വാങ്ങി, ആവശ്യമായിട്ടില്ല, വാങ്ങുന്നതാണ് സംരക്ഷിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ദീർഘവീക്ഷണം കൊണ്ടാണ്. ഇനി 5-10 വർഷം കഴിയുമ്പോൾ ആ സ്ഥലത്ത് ആരെങ്കിലും ഒരു ബിസിനസ് തുടങ്ങി ഈ ഒരു കെട്ടിടം പണിത് ബിസിനസ് വാടക കൊടുത്ത് തുണിക്കട തുടങ്ങി അവർക്ക് ക്ഷീണമാണ് തൊട്ടടുത്താകുമ്പോൾ. എന്നാൽ അതിനകത്ത് യശോറാമിലെ ബിൽഡിംഗ് കിടപ്പുണ്ട്, അതവർ എടുക്കണില്ല. കാരണം ഗ്രൗണ്ട് 3 നിലം പോയി, ഇനി 3, 4, 5 ഉള്ളൂ, അതൊക്കെ വേണ്ടെന്ന് ചോദിച്ചു. അപ്പോൾ അവർ കോടികൾ മുടിക്കാണ് അടുത്തുള്ള സ്ഥലങ്ങൾ വാങ്ങിയത്. മനസ്സിലാക്കണം, 2 കാര്യം മനസ്സിലാക്കണം. കോടികൾ മുടക്കി വാങ്ങിയ ശീമാട്ടിയുടെ കാർ പാർക്ക് വേണ്ടി ഉപയോഗിക്കുന്ന സംഖ്യയുടെ പലിശ തന്നെ നല്ലൊരു എമൗണ്ട് വരും. അതുകൊണ്ട് അവരുടെ ബിസിനസ് ബാധിക്കുന്നുണ്ട്. ഇനി ഇപ്പോഴത്തെ പോത്തീസ് ചുറ്റുപാട് സ്ഥലം GCDയുടെ ആയിരുന്നു. അവിടെ മുസ്ലിം മേഖല, മുസ്ലിം തീക്കിപ്പാർത്ത മേഖലകളാണ്. അവിടെ നിന്നെല്ലാം ആട്ടിപ്പായിച്ച് നക്കാപ്പിച്ച കൊടുത്ത് വാങ്ങിച്ച് വെറുതെ വളച്ചിട്ട് ഇതിപ്പോൾ തമിഴ്നാട്ടിൽ നിന്ന് വന്ന ബ്രാഹ്മിൻസിന് കൊടുത്തു, പോത്തീസ് കൊടുത്തു. നിസ്സാര വാടകയ്ക്ക് ഏക്കണ് ഭൂമി കൊടുത്തു. അതെന്താ കാരണം? അവർ നോക്കും അവിടെ ഇനി വേറൊരു കെട്ടിടം വന്ന് ഞങ്ങൾക്ക് പകരമായിട്ടൊരു സ്ഥാപനം വരരുത്. തന്നെയുമല്ല, അവിടെ അടുത്ത് കുപ്പി രാമകൃഷ്ണൻ എന്ന് പറയുന്ന രാമകൃഷ്ണൻ ചേട്ടൻ കടയുണ്ടായിരുന്നു, ഒരു ബിൽഡിംഗ് ഉണ്ടായിരുന്നു, 7-4 ബിൽഡിംഗ്, 10-50 സ്ക്വയർ ഫീറ്റാണ്. അതും അവരെടുത്ത്, ആ ബിൽഡിംഗ് അവരെടുത്ത്. കാരണം അവിടെ വേറെ ആരും വരാൻ പാടില്ല. അപ്പം അങ്ങനെയൊക്കെ ബുദ്ധിപൂർവ്വം ചിന്തിക്കുന്ന ബിസിനസ് മൈൻഡുള്ള പിന്നെ ബിസിനസ്സുകാർ. പക്ഷെ നമ്മുടെ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും അങ്ങനെ ദീർഘവിഷയം കാണുന്നില്ല. നാളത്തെ വോട്ട് അല്ല ഇന്നത്തെ കാര്യം മാത്രമേ ഉള്ളൂ. ഞാൻ പറഞ്ഞു വരുന്നത് ട്രിവാൻഡ്രത്തെ നമ്മുടെ മുരളീധരൻ്റെ ശ്രമമാണ്. മുരളീധരൻ വളരെ ആത്മാർത്ഥമായിട്ടാണ് ഭരണം കിട്ടാൻ വേണ്ടി അയാൾ ചെയ്തത്. അപ്പം മുരളീധരൻ ഉപദേശിക്കുന്ന ബുദ്ധിയുള്ള കോൺഗ്രസ് നേതാക്കളോ ഒരു കാര്യം മനസ്സിലാക്കിയില്ല, ചിന്തിച്ചില്ല, അറിഞ്ഞില്ല. ഇപ്പോൾ എൻ്റെ കാർത്തിക സാറിൻ്റെ മകനെ ഉൾപ്പെടെ അവർക്ക് വലിയ വിദ്യാഭ്യാസമുള്ള ആൾക്കാരാണല്ലോ. എന്താ കാര്യം അറിയോ? ഞങ്ങൾ ജയിക്കാൻ നമ്മൾ ശ്രമിച്ചാൽ, UDF അവിടെ അധികാരത്തിൽ വരാൻ ശ്രമിച്ചാൽ UDFന് കിട്ടുമോ, കിട്ടില്ല, ഈ പകരം ആര് വരും, ആര് നശിക്കും എന്ന് ചിന്തിക്കേണ്ട മരമണ്ടന്മാർ നിങ്ങൾക്കാണ്. ഒരു ദീർഘവീക്ഷമുള്ള കോൺഗ്രസ് നേതാക്കളും രാജ്യത്ത് ഭരിക്കാൻ നോക്കുന്നത്, ഈ സംഘവിരുവ താഴെ ഇറക്കാൻ നോക്കുന്ന ആൾക്കാർ. നിങ്ങൾ കാരണമല്ല ഇപ്പോൾ അവിടെ BJP കയറിയത്. ഇനി നിങ്ങൾക്കൊരു ഒരു കാര്യമുണ്ട്, നിങ്ങൾ എന്ത് ത്യാഗം സഹിച്ചും BJPയുടെ ഞാൻ എൻ്റെ അഭിപ്രായമല്ല, മുസ്ലിം സമുദായത്തിൻ്റെ മറ്റുള്ളൊരു അഭിപ്രായം പറഞ്ഞത്, പബ്ലിക്കിൻ്റെ അഭിപ്രായം പറഞ്ഞത്. BJP മേയറാകാതെ നോക്കണം. നിങ്ങൾ സാധിക്കുമോ? അവരെന്ത് വില കൊടുത്തും കേന്ദ്രം വാങ്ങിച്ചു വരില്ല, വിലക്കെടുക്കും. വേണ്ടുന്ന ഒരു സ്വാതന്ത്ര്യം മേയർ സ്ഥാനം വരെ കൊടുക്കും.
ഇതിവിടെ മേൽസ്ഥാനം സ്വർണ്ണം കൊടുക്കാൻ പോകുന്നതൊക്കെ പറഞ്ഞിട്ട് കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും കൂടി അങ്ങനെ എന്തെങ്കിലും ചെയ്ത് മാറ്റി നിർത്തിയാൽ നിങ്ങൾക്ക് നല്ല, അല്ലെങ്കിൽ ഈ കേസ് UDFും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും പരസ്പരം സമാധാനം പറയേണ്ടി വരും. നിങ്ങൾ ചിന്തിക്കുന്നില്ല. ഒരു കാരണവശാലും ഇന്നത്തെ സാഹചര്യത്തിൽ, വെച്ചാൽ കഴിഞ്ഞ 2-3 മാസത്തെ സാഹചര്യത്തിൽ, അല്ലെങ്കിൽ കഴിഞ്ഞ 5 വർഷത്തെ സാഹചര്യത്തിൽ 10 സീറ്റിൽ ജയിച്ചിരിക്കുന്ന UDFിൻ്റെ മുന്നണിക്ക് 10 സീറ്റ് നിലനിർത്തിക്കൊണ്ട് ബാക്കി 41 സീറ്റുകൾ കിട്ടിയാലാണ് ഭൂരിപക്ഷമാവുള്ളൂ. ആ 40 സീറ്റ് കിട്ടില്ല എന്ന് ഏത് കുഞ്ഞിനും അറിയാം, ഏത് മണ്ട് ശിരോമണിക്കും അറിയാം. ഞാൻ പറയുന്ന ഭാഷയിൽ കടന്നാണ്. ഇത്രയൊക്കെ പറഞ്ഞവരെ മനസ്സിലാക്കിയില്ലെങ്കിൽ ഇവർക്ക് നന്നാവൂല. അതാണ് ഏത് കുഞ്ഞിനും അറിയാം. രാഷ്ട്രീയം അറിയണ്ടേ, സാധാരണ ഒരു രാഷ്ട്രീയ പ്രവർത്തകർ പോലും അറിയാം. അവിടുത്തെ കണ്ടീഷൻ, ഇപ്പോഴത്തെ കണ്ടീഷൻ 50 സീറ്റ് കോൺഗ്രസ് വിചാരിച്ച് നടക്കില്ല. കാരണം 40 സീറ്റ് എവിടെ ഉണ്ടാക്കും? BJP ഒറ്റ സീറ്റ് പോകില്ല എന്ന് ഞാൻ പറഞ്ഞു. ഒറ്റ സീറ്റ് 30 സീറ്റ് പോയില്ല, മാത്രമല്ല 15 രൂപ കൂടുതൽ കിട്ടി. ഇതൊക്കെ നിങ്ങൾക്ക് ചിന്തിക്കാൻ ബുദ്ധിയില്ലേ? പാവം മൊയ്തീൻ ഷായുടെ ഗ്രൂപ്പ് ഇതൊക്കെ പറയാന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് ചിന്തിക്കായിരുന്നത്. അതാണ് മറ്റു പറയും പോലെ ചേച്ചിയെ അല്ല പെങ്ങളെ BJPയിലേക്ക് വിട്ട്, നിയമം സീറ്റ് കോൺഗ്രസ് കൂട്ടുനിന്ന് BJP കൊടുത്ത്, ഇപ്പം തിരുവനന്തപുരം കോൺഗ്രസ് സപ്പോർട്ടോടി BJP കൊടുത്തു എന്ന് പറഞ്ഞാൽ കുറേ സത്യമൊക്കെ ഇല്ലേ? കൊച്ചിയിൽ എൻ്റെ ഒരു സ്നേഹിതനുണ്ട്. ആരെന്നറിയോ? CMPയുടെ സെക്രട്ടറി രാജേഷ്. പാവം മനുഷ്യൻ, തഴങ്കമായ മനുഷ്യൻ. ഒരു രീതിയിൽ കുറ്റം പറയാനല്ല. ഞാൻ 10-30 വർഷമായിട്ട് എനിക്കറിയാം. അപ്പോൾ ഞാൻ പുള്ളിക്കോ നിങ്ങൾ ജാതി മതം ഒന്നും നോക്കാൻ വോട്ട് ചെയ്തോളാൻ പറഞ്ഞു. ഇപ്പോൾ ചെയ്തില്ല. അവിടെ ഒരു 700 വോട്ടുണ്ടാകും മുസ്ലിം. അപ്പോൾ 5000 വോട്ടാണ്. അതിൽ 700 ഒറ്റ മുസ്ലിങ്ങളെ. ആ 700 വോട്ട് മുസ്ലിങ്ങൾ UDF ചെയ്തില്ല. അയാൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രചരണത്തിൽ വഴി വീണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി വോട്ട് ചെയ്തു. പിന്നെ വിമതനെ നിർത്തി, കോൺഗ്രസ് വിമതനെ നിർത്തി 10 കുറേ അധികം വോട്ട് അങ്ങനെ 800 വോട്ടിൽ താഴെ ഇദ്ദേഹം തോറ്റുപോയി. ഇതാണ് പറയുക. ഇങ്ങനെ ആൾക്കാർ കമ്മ്യൂണിസ്റ്റുകാർ പറഞ്ഞ് വിശ്വസിക്കില്ലേ? പകല് കോൺഗ്രസ് രാത്രി RSS ആണെന്ന് പറഞ്ഞാലേ വിശ്വസിക്കില്ലടോ. ഇത് നിങ്ങളിപ്പോൾ ഈ മുരളീധരനെ കുറിച്ച് പറയുമ്പോഴും ആൾക്കാർ അങ്ങനെ ആകാമല്ലോ എന്ന് ചിന്തിച്ചു പോകില്ലേ? അതാ പറഞ്ഞത്. നമ്മൾ തെറ്റ് ചെയ്യുന്നില്ലെന്ന് മാത്രമല്ല, തെറ്റ് ചെയ്യുന്നില്ലെന്ന് പബ്ലിക്കിനെ ബോധ്യപ്പെടുത്തുകയും ചെയ്യണമെന്നുള്ളൊരു ആപ്തവാക്യമുണ്ട്. ആ ആപ്തവാക്യത്തിൽ പെടുന്നതാണ് മുരളീധരൻ്റെ കൈ ശുദ്ധമാണെന്ന് തെളിയിക്കണം. ഇത് ഈ രീതി വെച്ച് ശുദ്ധാലും തെളിയിക്കില്ലേ? ബാബുവിൻ്റെ റിപ്പോർട്ട് സങ്കടപ്പെട്ടു. ഇവിടുന്ന് ഞങ്ങളുടെ സംഘം കയറി തെറ്റായിപ്പോയി. അവിടെ BJP വരാതിരിക്കാതെ ചെയ്യാൻ നിങ്ങൾ ചിന്തിച്ച് ആരോടൊന്നും കണക്ക് പറയണ്ട. പിന്നെന്താണ് വെളുക്കൂതി ഇരുട്ടാക്കണ്ട. അതിനൊന്നും കാര്യം എല്ലാം ജനങ്ങൾക്ക് മനസ്സിലാവുന്നത്. പ്രത്യേകിച്ച് മലയാളികൾക്ക് എല്ലാം മനസ്സിലാവുന്നുണ്ട്. ഇപ്പം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആ തന്ത്രവും തട്ടിപ്പും യുക്തിയും ഇവിടുത്തെ ന്യൂനപക്ഷ സമുദായം പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റ് ഇത് മനസ്സിലായെങ്കിൽ കോൺഗ്രസിൻ്റെ ഈ തട്ടിപ്പ് വഞ്ചന അതും മനസ്സിലാക്കുന്നുണ്ട്. എല്ലാം മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ട് ആരും ആരെയേക്കാൾ മോശമാണ് ചിന്തിക്കരുത്. മുരളീധരനെ പോലുള്ളവരൊക്കെ ഒന്നുകൂടി ചിന്തിച്ചില്ലെങ്കിൽ എന്ത് പറ്റും? ഈ മുരളീധരനും പിന്നെ നമ്മുടെ ഉണ്ണിയൊക്കെ ചേർത്ത് ആ ശശിയെ വിട്ടില്ലേ? ആരും വിട്ട് കോൺഗ്രസ് 30 പേരായിട്ട് കോൺഗ്രസ് നേതാക്കൾ, അറിയപ്പെടുന്ന നേതാക്കൾ വിട്ടില്ലേ രാഹുലിൻ്റെ കയ്യിൽ നിന്ന്? ഇവിടെ നമ്മൾ പറഞ്ഞിട്ട് എന്നിൽ നിങ്ങളെ ഉൾക്കൊള്ളിക്കുകയും ഞാൻ നിങ്ങളിൽ ഉൾക്കൊള്ളുകയും ചെയ്യുമ്പോഴേ നമ്മൾ നേതാവാകൂ. അല്ല അയാളെനിക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ഞാൻ നേതാവല്ല. അല്ലെങ്കിൽ എന്നെ അയാൾക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ലെങ്കിൽ ഞാൻ നേതാവില്ല. ഞാൻ നേതാവാകണമെങ്കിൽ എന്നിൽ നിങ്ങളെ ഉൾക്കൊള്ളിക്കണം, നിങ്ങളിൽ ഞാൻ ഉൾക്കൊള്ളുകയും ചെയ്യണം. മനസ്സിലായി? ഒരിക്കലും പറയാം, മൂന്നാമത് ഒരു നിങ്ങളിൽ എന്നെ ഉൾക്കൊള്ളിക്കണം, എന്നിൽ നിങ്ങളെ ഉൾക്കൊള്ളണം. അങ്ങനെ ചെയ്താലേ ഉള്ളൂ. അങ്ങനെ ഉൾക്കൊള്ളിക്കേണ്ടിയിരുന്നോ രാഹുൽ ഗാന്ധിയും പ്രിയങ്കയൊക്കെ? എന്ത് കാരണവശാൽ അത് പുറത്തു വിടാവോ? ഇപ്പം ഞാൻ പറയാൻ കാരണം എന്തെങ്കിലും പറഞ്ഞാൽ അപ്പോൾ അവൻ BJP അനുഭാവിയാണ്, BJP അല്ലെങ്കിൽ സംഘപരിവാറാണ് അനുഭാവം. അതല്ല യാഥാർത്ഥ്യം നമ്മൾ അറിയണ്ടേ. ഇപ്പം BJP നാളെ നോക്കുമ്പോൾ ജനുവരി 14 കഴിഞ്ഞാൽ ഈ 14 മുതൽ ജനുവരി 14 ഒരു മാസം വരെ മോശം ആണ് അവരുടെ എന്തോ നോക്കിയപ്പോൾ. എന്നിട്ട് അദ്ദേഹത്തെ പുതിയൊരാളെ വർക്കിംഗ് പ്രസിഡൻ്റാക്കി വെച്ചിട്ടുണ്ട്. ആ വർക്കിംഗ് പ്രസിഡൻ്റാക്കി വെച്ചാൾക്ക് 40 വയസ്സ് പ്രായമുള്ളൂ. നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾ കോൺഗ്രസ് പ്രസിഡന്റ് വെച്ചല്ലോ. ആരാണ് 90 വയസ്സ് നിൽക്കാൻ പറ്റാത്ത ഒരാൾ? അല്ലെങ്കിൽ ഒരു കഴിവില്ലാത്ത രാഹുൽ ഗാന്ധി, അല്ലെങ്കിൽ പ്രിയങ്ക ഗാന്ധി, അല്ലെങ്കിൽ സോണിയാഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും രാഹുൽ ഗാന്ധിയും ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ആരും അല്ലെന്ന് മനസ്സിലാക്കുന്നേ. നിങ്ങൾക്ക് ഒരു കാര്യം അറിയില്ല. കുറ്റം വന്നാലോ സ്നേഹം കൊണ്ടാണ്, നിങ്ങൾ നന്നാകാൻ വേണ്ടിയാ.
ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ എത്തിക്സ് പൊളിറ്റിക്സ് രീതിയോ സ്റ്റൈലൊന്നും അല്ല, നിങ്ങൾക്ക് അറിയില്ല, പറഞ്ഞിട്ട് കാര്യമില്ല. ഇവിടെ സംഘപരിവാർ എല്ലാം വായ് പൊളിച്ച് എല്ലാ സംവിധാനമായിട്ട് ഓരോരുത്തരുടെ ഒപ്പ് ഗ്ലാസ് മഷി ഒപ്പ് ഗ്ലാസ് വലിച്ചെടുക്കുമ്പോൾ നിൽക്കുമ്പോൾ ഈ മന്ദബുദ്ധി അല്ലെങ്കിൽ ഈ മണ്ടത്തെ കാണിച്ച പറ്റില്ല. നിങ്ങൾ ആക്കിയതാരാണ്? രാഹുൽ ഗാന്ധി ആക്കിയതാരാണ്? ഈ കാർന്നോരെ ഒരു കഴിവില്ല, തന്നെ നിൽക്കാൻ പറ്റുന്ന കാർന്നോരെ. എടോ സംസ്ഥാനം മുഴുവൻ കൊടുത്തില്ലേ BJPക്ക്? ഇന്നലെ നാളെ കേരളം കൊടുക്കും, അത് നിങ്ങൾ കോൺഗ്രസ് അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് കൂട്ടി വെക്കും. ആയിട്ട് ഒരു നിലവിളി എടുത്തിട്ട് മണ്ടന്മാരെ, നിങ്ങൾ ആരെയാണ് പറ്റിക്കാൻ നോക്കണത്? ഈ നെഹ്റു കുടുംബത്തിൽ നിന്ന് അല്ലെങ്കിൽ സോണിയ കുടുംബത്തിൽ നിന്ന് എത്രയും പെട്ടെന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ നിന്ന് നേതൃത്വപാട് മാറ്റി നിയന്ത്രണം വിട്ടില്ലെങ്കിൽ ഈ ഇത് നശിച്ച് പണ്ടാടി പോവും. ഇനി എന്താ നശിക്കാനുള്ളത്? ഇനി കേരളത്തിലല്ലേ ഉള്ളൂ, ഇനി ബാക്കിയെല്ലാം പോയില്ലേ? കർണാടക തെന്നിക്കാണ്, തമിഴ്നാട് പോയിട്ടൊന്നുമില്ലല്ലോ. പിന്നെ തെലുങ്കാനയുണ്ട്, അല്ലെങ്കിൽ ആന്ധ്രാപ്രദേശ്. ഇതാരോട് നിങ്ങൾ നമ്മൾ ഈ മറ്റേ പിണറായി സഖാവിനെ ഉപദേശിക്കുന്ന ആരുണ്ട് എന്ന് പറഞ്ഞ പോലെ കോൺഗ്രസിനോട് ഇത് പറഞ്ഞ് മനസ്സിലാക്കാൻ ആരുണ്ട്? നിങ്ങൾക്ക് മനസ്സിലാവില്ല ഒരിക്കലും രാഹുലിനോ പ്രിയങ്കയ്ക്ക് മനസ്സിലാവില്ല. പ്രിയങ്കയ്ക്ക് രാഹുലിനോ മനസ്സിലാകുമായിരുന്നെങ്കിൽ 540 സീറ്റുള്ള ഇന്ത്യൻ പാർലമെന്റിലേക്ക് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിട്ട് ആഗ്രഹിക്കുന്ന പ്രതിപക്ഷ നേതാവായ ഇന്ത്യയുടെ AC പ്രസിഡന്റൊക്കെ രാഹുൽ ഗാന്ധി ഈ മുസ്ലിം ലീഗിന്റെ കാലിന്റെ അടിയിൽ ഒന്നും ജയിക്കില്ല, ജയിച്ച് അർമാദിക്കില്ല. അത് ഈ പ്രിയങ്ക വന്ന് ഇനി പ്രിയങ്കയുടെ ഹസ്ബൻഡ് വരും, അത് കഴിഞ്ഞാൽ പിന്നെ പ്രിയങ്കയുടെ മോനും വരും. തീർന്നല്ലേ? അതോടെ അവർ സുരക്ഷ, അവർക്ക് കോടികൾ സമ്പാദിക്കാൻ, പണം ഉണ്ടാക്കാൻ, എന്തും നേടിയെടുക്കാം. പക്ഷേ പാവപ്പെട്ട് 10-90% ദളിത് പിന്നോക്ക ന്യൂനപക്ഷങ്ങളുണ്ട്. അവരുടെ കാര്യത്തെ വെള്ളത്തിലാകുന്നത്. അതാ ഞാൻ നിങ്ങൾ പെണിഞ്ഞാൽ ഈ ഇന്ത്യൻ നാഷണൽ കത്തോലിക്ക കോൺഗ്രസും ഈ ഇന്ത്യൻ യൂണിയൻ മലപ്പുറം ലീഗ് വിചാരിച്ചാൽ ഒരിക്കലും BJPയെ താഴെ വെക്കാൻ പറ്റില്ല. കാക്കാമാരി മുസ്ലിങ്ങൾ ഞാൻ ഇത് പറയുന്നതുകൊണ്ട് എനിക്ക് എന്താണ് ടിക്ക് ചെയ്യുന്നവർ കുറഞ്ഞവരാണ്, എനിക്കറിയാം. മുസ്ലിങ്ങൾ നിങ്ങൾ എന്ത് മനസ്സിലാക്കുന്നു? നിങ്ങളുടെ അവസ്ഥ എന്ത്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ കൂടെ നിൽക്കുന്ന മുസ്ലിങ്ങളോട് ചോദിക്കുകയാണ്, ഇന്ന് ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ അവസ്ഥ എന്ത്? ഇന്ന് ബീഹാറിൽ കണ്ടില്ല, ഒരുത്തൻ പോയപ്പോൾ ടയർ പഞ്ചറായി. അപ്പോൾ 5-8 പേര് തീ കായാണ്, മഞ്ഞുകാലമായാലും പോയത്. അപ്പോൾ എവിടെ സൈക്കിൾ ഇപ്പോൾ ഉണ്ടോയെന്ന് ചോദിച്ചു, പേര് ഒരു മുസ്ലിം നെയിം പറഞ്ഞു, അതല്ലേ കൊന്ന്. എടോ അവസ്ഥ നോക്കത്. ഈ കോൺഗ്രസ് എന്ത് ചെയ്യാൻ പറ്റും? ഇനി നിതീഷ് എന്ത് ചെയ്യാൻ പറ്റും? നിതീഷ് ഇത് ആഭ്യന്തരം BJPയുടെ കയ്യിൽ പോയുള്ളൂ, പോയിട്ട് 1 മാസം പോലും ആയിട്ടില്ല. യുപിയുടെ നേതാവിനെ പുള്ളി അനുകരിക്കുന്നത്. ഇങ്ങനെ മനുഷ്യൻ സങ്കീർണമായ രീതിയിൽ മനസ്സെ ചൂഷണം ചെയ്ത് പ്രവർത്തിച്ചു പോകുമ്പോഴേ ഈ രാഹുലിനെ കൊണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പറയുന്ന ഈ കത്തോലിക്ക കോൺഗ്രസ് കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? ഇത് ഇന്നിപ്പോൾ ഒരു അച്ചായൻ്റെ പാസ്പോർട്ട് തടഞ്ഞു വെച്ചേക്കണ എയർപോർട്ടിൽ 10-17 കന്യാസികൾക്ക് വോട്ടില്ല. കേരളത്തിലെ പറഞ്ഞത് കേരളത്തിലില്ല. എന്നിട്ട് കൂടെ ക്രിസംഗിയും കാശയും കൂടി ചെയ്യുന്നത് എന്താ? അച്ഛന്മാർ പറഞ്ഞൊക്കെ മുസ്ലിങ്ങളെ ലോകത്തെ ഏറ്റവും വലിയ മോശക്കാരനാണ് അവർ പറഞ്ഞത്. അതിഭീകരമായ രീതിയിൽ പ്രചരണമാണ് മുസ്ലിം സമുദായത്തെ എത്തുകൊണ്ട്. ആയിക്കോട്ടെ, അതിന് കുറ്റം മുസ്ലിം സമുദായം എതിർക്കാൻ പാടാത്തൊന്നുമല്ല, നിങ്ങൾ എതിർത്തോ. പക്ഷെ സ്വയം നിലനിൽപ്പ് പോകും. ഇരിക്കുന്നത് കൊമ്പാണ് നിങ്ങൾ വെട്ടുന്നത്. ഇന്ത്യയിൽ ക്രിസ്ത്യാനിയും ഇന്ത്യയിലെ മുസ്ലിം പരസ്പരം സഹകരിച്ച് നിൽക്കണമെന്ന് പറഞ്ഞത് ഇന്ത്യയിലെ ഹിന്ദു സമുദായം എതിർക്കാനല്ല, അവരെ നിലനിൽപ്പിന് ഒരു സഹായത്തിന് വേണ്ടിയാണ്. അല്ല, അവർ സംഘടിച്ച് ഒരിക്കലും ഹിന്ദു സമുദായത്തെ എതിർക്കും ഞങ്ങൾ പറയില്ല, ഞങ്ങൾ സമ്മതിക്കുകയില്ല, നമ്മുടെ സഹോദരനില്ല. ഇതാണോ ഹിന്ദു സമുദായം? അല്ല ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു തീവ്രവാദ ഗ്രൂപ്പാണ്, അല്ലെങ്കിൽ വർഗീയവാദ ഗ്രൂപ്പാണ്, അല്ലെങ്കിൽ ഫാസിസ്റ്റ് ഗ്രൂപ്പാണ്. ആ ഗ്രൂപ്പ് എതിർക്കണമെങ്കിൽ ദ്രോഹിച്ച് നിൽക്കണം. അത് കമ്മ്യൂണിസ്റ്റും വേണം, മറ്റേ കോൺഗ്രസും ഒക്കെ വേണം. അതിനിങ്ങനെ തല്ലിപ്പിടിക്കുക. അവർ ധരിക്കുന്ന പോലെ വെള്ളാപ്പള്ളി ഒന്ന് കയ്യിലെടുത്ത് വെള്ളാപ്പള്ളി ഇപ്പോൾ അവസാനം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ഈ മലബാർ ഭാഷയെ പറയുമ്പോൾ സ്നേഹിച്ചു കഴിഞ്ഞാൽ നക്കി പോലും വെറുതെ പിച്ചുപോലും അവിടെ തന്നെ നടക്കുന്ന പോലെയാണ്. അതുപോലെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിണറായി വിജയനെ സഹായിച്ച് വെള്ളാപ്പള്ളി ഇപ്പം ഒന്നുമില്ലാത്ത അവസ്ഥയാക്കിയില്ലേ. ഇപ്പോഴും പറയണം, ഞാൻ പിന്നോക്കനായതുകൊണ്ടാണ് എന്നെ മാത്രം എതിർക്കണമെന്ന്. പിന്നോക്കനും മുന്നോക്കനും ഇക്കാര്യത്തിൽ ഇല്ലടോ വെള്ളാപ്പള്ളി. ഇതിൽ ന്യായം സത്യമുള്ളൂ. എന്താ നിങ്ങൾ മുന്നോക്കത്തിന് പ്രത്യേക ദൂഷ്യം വല്ലതും ഉണ്ടോ? അല്ലെങ്കിൽ പിന്നോക്ക് പ്രത്യേക മഹത്വം വല്ലതും ഉണ്ടോ? ഒന്നുമില്ല. പിന്നോക്കിന് പ്രത്യേക മഹത്വം, ഞാൻ മുന്നോക്ക സമുദായത്തിനോട് ബാധിക്കുന്ന ആളാണ്. പ്രത്യേകിച്ച് അടുത്ത കാലത്തോട്ട്. കാരണം അവർക്കും നിൽക്കണം, ന്യായമാണ് പറഞ്ഞ് കേൾക്കണം. അവിടെ മുന്നോക്കും പിന്നോക്കും നിങ്ങളുടെ വായിലെ നാവാണ് അപകടം ഉണ്ടാക്കിയത്. എൻ്റെ അവസരങ്ങൾ NDA കോപ്പി ഔട്ട് ചെയ്യാൻ പറഞ്ഞല്ലേ.
നിങ്ങൾക്ക് വെള്ളാപ്പള്ളിക്ക് ഇത് പിണറായിക്ക് മനസ്സിലായോ? അത് ഞാൻ റഹീമിനോട് ഉദാഹരണം പറഞ്ഞു. അതുകൊണ്ട് സഹോദരങ്ങളെ, കോൺഗ്രസിൻ്റെ അവസ്ഥ പരിതാപകരമാണ്. ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് എല്ലാം വന്ന് ഏകശിലയിൽ അവസാനിക്കും പോലെ അത് BJP എല്ലാം കൂടെ അവസാനിക്കും. കേരളത്തിൽ പോലും ഖമറുന്നീസായിട്ട് പയ്യണ്ടല്ലോ, ഒരു പെൺകുട്ടിയെ പാലക്കാട് പോലീസ് വെടിയപ്പോൾ മരിച്ചില്ലേ, 13 വയസ്സുകാരിയെ, 1991. ഇപ്പോൾ 34 വർഷമായി. ആ കേസിൽ വേണ്ടി കേസ് പ്രതികളെ എല്ലാവരും എല്ലാം പുറത്തു വിട്ട് അതിനുവേണ്ടി ഇന്ന് DGP ഈ പിണറായിയുടെ ഏറ്റവും വലിയ ഉപദേശമാക്കി പോലീസിൽ. എന്ത് നീതി ആ കുട്ടിയെ കുടുംബത്തിൽ കിട്ടി? കുട്ടിക്ക് കിട്ടിയതിന് മരിച്ചില്ലേ? ഇങ്ങനെയാണെങ്കിൽ എങ്ങനെ സമാധാനം ഉണ്ടാവും? ഇതൊക്കെ എന്തെങ്കിലും ചൂണ്ടിക്കാണിച്ച് ഉടനെ ജിഹാദിയാക്കും, തീവ്രവാദിയാക്കും, അല്ലെങ്കിൽ മുസ്ലിം വർഗീയവാദിയാക്കും. അതുകൊണ്ട് കാര്യമുണ്ടോ? കാര്യങ്ങൾ വേണ്ട. നീതി ലഭിക്കണ്ടേ? നീതി എല്ലാവർക്കും ലഭിക്കണ്ടേ? അത് പറയുമ്പോൾ കുറ്റപ്പെടുത്തിയ കാര്യമുണ്ടോ? നീതിക്ക് വേണ്ടി പ്രവർത്തിച്ചോ പിന്നെ അവൻ സാമൂഹിക ദ്രോഹിയായി. അതൊന്നും എന്നെ സംബന്ധിച്ച്, മൊയ്തീനെ സംബന്ധിച്ച് അതൊന്നും ബാധകമല്ല. ഞങ്ങൾ മുസ്ലിങ്ങളുടെ സപ്പോർട്ടോ അല്ലെങ്കിൽ ഹിന്ദുക്കളുടെ സപ്പോർട്ടോ സംഘപരിവാര സപ്പോർട്ടൊന്നുമല്ല. നമ്മളും നീതി എന്ന് പറയും. സത്യത്തിന് വേണ്ടി മാത്രം ജീവിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് ഞങ്ങൾ. അങ്ങനെ അതിൻ്റെ മാറ്റി മാത്രമുള്ള രാഷ്ട്രീയ പാർട്ടി, അല്ലാതെ നാട് ഭരിച്ച് സമ്പാദിക്കാനുള്ള ഇന്ത്യയല്ല. ഇത്തരത്തിൽ കാര്യങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് പോകണമെന്ന് പറഞ്ഞുകൊണ്ടും ഞങ്ങളുടെ ഒരു കാര്യം കൂടി സൂചിപ്പിക്കാം. ജനതാദൾ നാഷണലിസ്റ്റിൻ്റെ പെരുമ്പാവൂർ മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ 36ാമത് ചരമവാർഷിക ദിനം, അതായത് ഇബ്രാഹിം, ജനതാദൾ നേതാവിൻ്റെ ഒരു സീനിയർ നേതാവാണ് ഇബ്രാഹിം ചങ്ങഞ്ചേരി. അദ്ദേഹം പിന്നെ സ്ഥാനാർത്ഥി ലിസ്റ്റ് പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ട് അദ്ദേഹം സ്ഥാനാർത്ഥി ലിസ്റ്റാക്കി വന്നിട്ട് ബൈക്ക് ഓടിച്ച് പോകുന്നതിൽ മുട്ടമല്ലാത്ത ആ ഭാഗത്ത്, കൂരന്തി ഭാഗത്ത് വെച്ച് ഒരു തമ്മിൽ ലോറി ഇടിച്ച് മരിച്ചു. അത് ചില അപകടമൊക്കെ ഉണ്ട് എന്നെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായി. പക്ഷേ വർഷം 36 അദ്ദേഹത്തിനെ കുറിച്ച് ഒരു അനുസ്മരണവും. ഏറ്റവും സീനിയർ മോസ്റ്റ് രാഷ്ട്രീയക്കാരാണ് കർത്താവ്, ആലപ്പുഴ താമസിച്ച കർത്താവ്, നമ്മുടെ പൂക്കാട്ടുപടിക്കാരനായിരുന്നു. അദ്ദേഹം ജനതാദളിൻ്റെ സംസ്ഥാന പ്രസിഡൻ്റൊക്കെ മറ്റ് പലതിലൊക്കെ പോയതാണ്. അദ്ദേഹത്തിന് ഒരു അനുമോദനവും സീനിയർ പൊളിറ്റീഷ്യൻ നിലയിൽ. പിന്നെ സെക്രട്ടേറിയറ്റ് അനക്സ് മധ്യ കേരളത്തിൽ, അതായത് ചാലക്കുടിക്കടുത്ത് കൊരട്ടി ഭാഗത്തേക്ക് മാറ്റണമെന്ന് പറഞ്ഞ പരിപാടിയുടെ ഒരു സമാപന സമ്മേളനം ഉദ്ഘാടനം എളിയവനായ മൊയ്തീൻ ഷാ ആണ് നിർവഹിക്കുന്നത്. എന്നോട് ചെയ്യാനാണ് അവിടെ ഒരു കാര്യത്തിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ സംഘടനയ്ക്ക് വേണ്ട എല്ലാ സപ്പോർട്ടും നിങ്ങൾ ചെയ്തു കൊടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തും. നിങ്ങൾക്ക് ഒരായി നന്ദി. ജയ് ഹിന്ദ്.